ഹായ് ഓൾ, അസ്സാം വലൈക്കും. ഞാൻ മുർഷി. അപ്പോൾ ഇന്നിവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വയസ്സ് 2 വയസ്സൊക്കെ പ്രായമുള്ള കുട്ടികൾക്ക് പറ്റിയ ടോപ്പും പാൻറ്റുമാണ്. അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ ഒരു പഴയൊരു നൈറ്റിയാണ്. ആ നൈറ്റിയുടെ ബാക്ക് സൈഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ തീരെ തയ്ക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അറിയുന്നവർക്ക് ഇത് വളരെ സിമ്പിളായിരിക്കും, പക്ഷേ തീരെ കട്ടിങ്ങൊന്നും അറിയാത്തവർക്കുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ആ ഒരു ടോപ്പ് ഞാൻ ഇവിടെ 4 മടക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. 4.5 ഇഞ്ച് ഷോൾഡർ എടുത്തിട്ടുണ്ട്. കഴുക്കുഴി വന്നിട്ട് ആ ഒരു ഹോൾ തന്നെയാണ് ഞാൻ ആ ഒരു അളവ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 4 ഇഞ്ചാണ് അത് വന്നിരിക്കുന്നത്. 2.5 ഇഞ്ച് ചെസ്റ്റ് എടുത്തിട്ടുണ്ട്. വേസ്റ്റ് 2.5 ഇഞ്ചാണ്. താഴെ ഭാഗത്ത് ഞാൻ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ലെങ്ത്ത് വന്നിട്ട് 14 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഫുള്ളായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഫുള്ള് മാർക്ക് ചെയ്ത് നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. താഴെ ഭാഗം കുറച്ച് റൗണ്ട് ഷേപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഷർട്ടിൻ്റെയൊക്കെ മോഡൽ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇതിൽ ശരിക്കും കാണുന്നില്ല. അതുപോലെ നമ്മൾ ഇങ്ങനെ കുറച്ച് കയറ്റി വെട്ടി കൊടുക്കുക. അപ്പോഴത് ഇടുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി നെക്ക് മാർക്ക് ചെയ്യാം. നമുക്കിനി വിർത്ത് വന്നിട്ട് 1.5 ഇഞ്ചാണ്. ലെങ്ത്ത് വന്നിട്ട് 2 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഒരു വയസ്സ് 2 വയസ്സായിട്ടുള്ള ബേബികൾക്ക് നമുക്ക് ആ ഒരു അളവിൽ നമുക്ക് നെക്ക് എടുത്താൽ മതി കേട്ടോ. അതായിരിക്കും ഒന്നും കൂടെ വൃത്തി ഉണ്ടാകുക. അപ്പോൾ ടോപ്പിൻ്റെ പാർട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പാൻറ്റിലേക്ക് കിടക്കാം. പാൻറ്റ് വന്നിട്ട് 16 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. 8.5 ഇഞ്ച് അരവണ്ണത്തിൻ്റെ അവിടെ എടുത്തിട്ടുണ്ട്. 7 ഇഞ്ച് ഞാൻ നമ്മളുടെ ആ കർവിൻ്റെ അവിടെ എടുത്തിട്ടുണ്ട്. താഴേക്ക് ഇനി ഞാൻ താഴെ ഭാഗത്ത് 6 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിലേക്ക് 7.5 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പാൻറ്റിൻ്റെ ചെറിയൊരു വീഡിയോ, പാൻറ്റ് മാത്രമായിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്യുന്ന രീതിയിൽ ശരിക്കും ക്ലിയർ ആകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കാത്തത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ടുണ്ട്. നല്ല വശം മുകളിലേക്കും താഴെ വശം ചീത്ത വശം താഴേക്കുമായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ക്രോസ് പീസ് എടുക്കാം. ക്രോസ് പീസ് സാധാരണ നമ്മൾ ഇങ്ങനെയാണ് വെക്കാറ്. അപ്പോൾ അതിന് പകരം നമ്മളിത് ഇങ്ങനെ 2 മടക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ വക്കിലൂടെ നമുക്ക് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം. കട്ടിട്ടതിന് ശേഷം നമുക്കത് മറിച്ച് തയ്ച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ തയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വൃത്തിയായി കിട്ടും. ഇനി ബാക്ക് ഭാഗത്തിൻ്റെ നെക്കാണ് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഫ്രണ്ടിൽ തയ്ച്ച പോലെ തന്നെ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ നെക്കൊക്കെ തയ്ച്ചു കഴിയുമ്പോൾ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് നമ്മൾ കാണുമല്ലേ. അപ്പോൾ അത് കാണാതെ തയ്ക്കുന്നത് എങ്ങനെ, ആ ഒരു മെത്തേഡാണ് ഇപ്പം ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇങ്ങനെ മടക്കിങ്ങാണ്ടായിരിക്കും, ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ തയ്ക്കാറ്. ചീത്തവശം നല്ല വശം വെച്ചിട്ട് ചീത്തവശത്തിലൂടെ നമ്മൾ തയ്ക്കുകയാണ് ചെയ്യാറ്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ഇതിപ്പോൾ വേറൊരു മെത്തേഡിൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അറിയാത്ത കൂട്ടുകാർക്കായിട്ടുള്ളതാണിത്. അപ്പോൾ നമ്മൾ ബാക്കിൽ സാധാരണ നമ്മൾ വെച്ച് തയ്ച്ചിട്ടല്ലേ ഉള്ളൂ. ഇത് പതിച്ച് നമ്മൾ അടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ആ പതിച്ചടിക്കുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് നമ്മൾ 2 ടോപ്പും കൂടെ തമ്മിൽ വെച്ച് കൊടുക്കുക. വെച്ചിട്ട് ഈ ഷോൾഡർ തമ്മിൽ നല്ല ഫിനിഷിങ്ങായി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ സെപ്പറേറ്റ് ബാക്ക് നെക്കിൻ്റെ തയ്ക്കാത്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ പുറകിലേക്ക് വെച്ച് കൊടുക്കുക. അത് സെപ്പറേറ്റ് ഞാൻ നല്ലൊരു വീഡിയോ ചെയ്തെടുക്കാം. ഇതിലിങ്ങനെ കാണിക്കാൻ ശരിക്കും കാണുന്നില്ല. ഇത് ഫസ്റ്റ് വീഡിയോ ആണ്, അപ്പോൾ ശരിക്കും കാണുന്നില്ല. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വേറെ ഒന്നിൽ കാണിക്കാം കേട്ടോ. ഇപ്പോൾ അങ്ങനെ നമ്മൾ ബാക്കിലേക്കാണ് കേട്ടോ ആ ഒരു പീസ് അതിൽ കാണുന്നത് പോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഇതിലിങ്ങനെ കാണുന്നത് പോലെ നമുക്ക് അങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 ഭാഗവും തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അത് നിവർത്തിയെടുക്കുമ്പോൾ ആ ഒരു തയ്യൽ തുമ്പ് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളങ്ങനെ തയ്ച്ചെടുക്കുന്നത്. ഇങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു തുമ്പിനെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ബാക്ക് സൈഡിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ തയ്ച്ചെടുക്കാം കേട്ടോ. ഇനി
അപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കാണിക്കിയത് എങ്ങനെ തയ്ച്ചിട്ടുള്ളത് എങ്ങനെയെന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ നമ്മുടെ ആ തയ്യൽ തുമ്പ് കണ്ട ഉള്ളിലേക്ക് പോയത്. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ കുത്തുന്ന പോലെയൊന്നും ഫീലാകില്ല. അപ്പോൾ ആ തയ്യൽ തുമ്പ് കണ്ടോ നമ്മളിങ്ങനെ പുറത്തേക്ക് വന്ന് നിൽക്കില്ല, അത് ഉള്ളിലായി തന്നെ കിടന്നോളും. ഇനി നമുക്കതിൻ്റെ മുകളിലൊന്ന് പതിച്ച് തയ്ച്ച് കൊടുക്കാം കേട്ടോ. തയ്ച്ചതിന് ശേഷം അതേ റൗണ്ടിൽ തന്നെ നമ്മൾ ബാക്കിലെ നെക്ക് ഇങ്ങനെ തയ്ച്ച് കൊണ്ടുവരണം. ഇതാ ബാക്കിലെ നെക്ക് തയ്ച്ചതിന് ശേഷം ഞാനിതാ അവിടെ ആ ഷോൾഡറിൻ്റെ അവിടെ പതിച്ച് തയ്ച്ച് കൊടുക്കുകയാണ്. 2 സൈഡും അങ്ങനെ പതിച്ച് തയ്ച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. കാരണം ഇത് ഫസ്റ്റ് വീഡിയോ ആണ്. എനിക്ക് എങ്ങനെ ഇത് ശരിക്കും റെക്കോർഡ് ചെയ്യേണ്ടതൊന്നും എഡിറ്റ് ചെയ്യേണ്ടതൊന്നും എനിക്ക് ക്ലിയറായിട്ട് അറിയുന്നില്ല. ഇനിയുള്ള വീഡിയോകൾ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ സ്ലീവ് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സ്ലീവ് തയ്ച്ച് മുഴുവനായിട്ടുണ്ട്. സാധാരണ ക്രോസ് പീസ് വെച്ചിട്ടാണ് തയ്ച്ചിട്ടുള്ളത്. ഇനി നമുക്കിതാ ഷേപ്പ് ഞാൻ മറ്റേ ടോപ്പിൻ്റെ അളവ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഷേപ്പ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഷേപ്പും അതേപോലെ തന്നെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. രണ്ട് ഭാഗവും നമ്മൾ തയ്ച്ചെടുത്തു. ഇനി അടിഭാഗത്ത് നമ്മൾ ഒരു 1/2 ഇഞ്ചിൽ മടക്കി തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു പോർഷൻ ഞാൻ വിട്ടുപോയതാണ്, അതെൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി ആ ഒരു വീഡിയോ. നെക്കിൽ ഞാൻ ചെറിയൊരു നമ്മൾ ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. അത് കുട്ടികൾക്ക് ഇങ്ങനെ തലയിൽ കൂടെ ഇടുമ്പോൾ കൊണ്ടിട്ടില്ലെങ്കിൽ അതൊരു നല്ലതായിരിക്കും അങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് പാൻറ്റ് തയ്ച്ചെടുക്കാം. അപ്പോൾ പാൻറ്റിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ആ കർവ് വരച്ചിട്ടുള്ള അവിടെ 2 നല്ല വശവും തമ്മിൽ ചേർത്ത് നമുക്ക് ആ ഒരു കർവിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. തയ്ച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 ഭാഗവും നമ്മളങ്ങനെ തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പാൻറ്റിൻ്റെ താഴെ ഭാഗം നമുക്ക് മടക്കി തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അവിടെ അളന്ന് നമ്മുടെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. 4.5 ഇഞ്ചാണ് ഞാൻ അവിടെ എടുത്തിരിക്കുന്നത്. താഴെ ഭാഗം 4.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നമ്മളെ മുട്ടിൻ്റെ ആ ഭാഗം തുടയുമല്ല മുട്ടുമല്ല ആ ഒരു 2 രീതിയിലുള്ള ആ ഒരു ഭാഗത്ത് നമുക്ക് 5.5 ഇഞ്ചാണ് 6 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാം. ഷേപ്പ് ചെയ്ത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരവണ്ണം ആ ഇലാസ്റ്റിക്കിൻ്റെ ആ ഒരു വണ്ണത്തിൽ നമുക്ക് മടക്കി തയ്ച്ചെടുക്കാം. ഞാൻ 1 ഇഞ്ചാണ് മടക്കി തയ്ച്ചെടുത്തിട്ടുള്ളത്. 1 ഇഞ്ചാണ് മടക്കി തയ്ച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഫുള്ളായിട്ട് തന്നെ മടക്കി തയ്ച്ചെടുക്കാം. അപ്പോൾ ഇലാസ്റ്റിക് ഇടാനുള്ള ഒരു ഭാഗം നമുക്കതിൽ വിടണം കേട്ടോ. 13 ഇഞ്ച് ലെങ്ത്തിലുള്ള ഇലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കതൊരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി എടുക്കാം. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം തയ്ച്ചെടുത്ത് അതിൻ്റെ മുകളിലൂടെ നമുക്കൊരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ടോപ്പും പാൻറ്റും ഇവിടെ നമ്മൾ ഫുള്ളായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.